നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് അവൾക്ക് അല്ലെങ്കിൽ അവന് തീരെ കണ്ണിൽ ചോര ഇല്ലാന്ന്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയണം ലാബിൽ പോയിട്ടൊന്ന് എക്സ്പി ചെക്ക് ചെയ്യാൻ. കാരണം അനിമിയ എന്നുള്ള കണ്ടീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇത്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനിമിയെ പറ്റിയാണ്. ആൻഡ് ഡോക്ടർ ലക്ഷ്മി ശരണ്യ, വെൽക്കം ടു മൈ ചാനൽ. ഈ അനീമിയയിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്നുള്ളതാണ്. 20 തൊട്ട് 30% വരെ ആളുകളിൽ ഈ വളർച്ച ഉണ്ടാവാറുണ്ട്. അത് ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിലായിട്ടും ഇത് ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനമായിട്ടും എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഡെയിലി ഒരു അളവിൽ രക്തം പോകാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ വളരെ ഹെവി ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ എല്ലാ മാസവും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാരണവും അനീമിയക്ക് ഉണ്ട്. മറ്റൊരു കാരണമാണ് നമ്മുടെ രക്തത്തിലെ HBയുടെ ഉൽപ്പാദനക്കുറവ്. HB എന്ന് വെച്ചാൽ ഹിമോഗ്ലോബിൻ. അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം ഒളിച്ചെന്നിട്ടോ നമ്മുടെ ശരീരത്തിലെ RBC റെഡ് ബ്ലഡ് സെൽസിന്റെ വിഘടനം സംഭവിക്കുമ്പോഴും അനീമിയ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വൈറ്റമിൻ സി ഇല്ലെങ്കിൽ, വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ, ഫോളിക് ആസിഡ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ അനീമിയ വരാം. അതേപോലെ തന്നെ അയണിന്റെ അളവ് കുറഞ്ഞാലും അനീമിയ വരാം. പിന്നെ ഇതിന്റെയൊക്കെ പുറമെ കുട്ടികളിൽ വിരശല്യം ഉണ്ടെങ്കിലും നമുക്ക് അനീമിയ കണ്ടിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് തൊലി, കണ്ടടങ്ങൾ, നഖങ്ങൾ, മോണ എന്നീ ഭാഗങ്ങളൊക്കെ വിളവ് വെളുത്ത പോലെ തോന്നും. അപ്പൊ കൈയൊക്കെ ആണെങ്കിൽ നമ്മൾ വിരലുകൾ ഒന്ന് പിടിച്ച് ഞെക്കി വിട്ട് കഴിഞ്ഞാൽ രക്തം തീരെ ഇല്ലാതെ വെളുത്ത് കെട്ടുന്ന ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഭയങ്കര ക്ഷീണം, തലകറക്കം, തലവേദന, വിശപ്പില്ലായ്മ, ചെറിയ സ്റ്റെപ്പൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടും. അതുപോലെ കാലിലും മുഖത്തൊക്കെ ചെറിയ നീരൊക്കെ ഉണ്ടാവും. ഇത് വളരെ ക്രോണിക് സ്റ്റേജ് ആണെങ്കിൽ നമ്മുടെ നഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പം ഒരു സ്പൂൺ ഷേപ്പായിട്ട് മാറും. ഇത്രയും ലക്ഷണങ്ങൾ കണ്ടിട്ടും നമ്മളിത് അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കാലക്രമേണ നമ്മുടെ ശരീരഭാരം വളരെയധികം കുറയാനും ആരോഗ്യം കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ശരീര വളർച്ച കുറയും. അതേപോലെ അവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഹെവി യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ലാബിൽ പോയിട്ട് HB ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിന്റെ നോർമൽ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ 13.2 തൊട്ടിട്ട് 16.6 വരെയാണ് ഉണ്ടാവുക. സ്ത്രീകളാണെങ്കിൽ 11.2 തൊട്ടിട്ട് 15 വരെ. ഇതിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് HB ഉണ്ട്. അതിന്റെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. HB ചെക്ക് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നോർമലിനെക്കാളും കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്താണ് അതിന്റെ റീസൺ, അത് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് രക്തസ്രാവം കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നത്, എവിടെയാണ് ആ രക്തസ്രാവം ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. പ്രധാനമായിട്ടും ഇലവർഗ്ഗങ്ങൾ, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ബ്രൊക്കോളി, മാങ്ങ, ഡേറ്റ്സ്, മുന്തിരി, ഇത്തരം സാധനങ്ങളൊക്കെ അയൺ റിച്ച് ആണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തുക. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സിയുടെ അഭാവം. കാരണം ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടും ഈ അനീമിയ വരാം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മൂസമ്പി, ഓറഞ്ച്, നെല്ലിക്ക പോലെയുള്ള പുളിപ്പുള്ള ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചായ, കാപ്പി എന്നിവ കഴിക്കുന്നത്. അത് നമ്മുടെ ഇരുമ്പിന്റെ ആഗിരണത്തെ തടയുന്നുണ്ട്. കുട്ടികളിലെ വളർച്ച ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട, മത്സ്യം, അതുപോലെ മുരിങ്ങയിലേക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ വിരശല്യം കൊണ്ടാണ് ഈ അനീമിയ എങ്കിൽ തീർച്ചയായിട്ടും വയറിളക്കിലെ ഒരു പ്രതിവിധിയാണ്. നിങ്ങളുടെ HB വാല്യൂ നോർമലിനേക്കാളും വളരെ കുറച്ചേ കുറവുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ആ ഉണക്കമുന്തിരി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ സാലഡിൽ തീർച്ചയായിട്ടും ബീട്രൂട്ടോ അല്ലെങ്കിൽ മാതള നാരങ്ങയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാം. അതേപോലെ കറുത്ത എള്ളിൻ്റെ ഉപയോഗം വളരെ ഹെൽപ്ഫുള്ളാണ് ഈ വിളർച്ചയിൽ. കറുത്ത എള്ള് നമുക്ക് വറുത്ത് പൊടിച്ച് നമ്മുടെ ശർക്കരയുടെ കൂടെ ഉണ്ടയാക്കിയിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.